കൊല്ലത്ത് 2 മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. കാവനാട് മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ രാഹുൽ ജി നാഥ് നൽകും. രാഹുൽ, ഈ നിർത്തിയിട്ടിരുന്ന ബോട്ടുകളിൽ എങ്ങനെയാണ് തീ പടർന്നത്? തീ നിയന്ത്രണ വിധേയമാണോ? അത് ദൂരെയാണ് കിടക്കുകയായിരിക്കും ചേട്ടാ. എന്തായാലും തീ പിടിച്ചതിൻ്റെ കാരണം വ്യക്തമാകേണ്ടതായുണ്ട്. നമ്മളിപ്പോൾ കുരിപ്പുഴ പാലത്തിൽ ആണുള്ളത്. പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ബോട്ട് നിന്ന് കത്തുകയാണ്. 2 ബോട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനമായി നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. നങ്കൂരമിട്ടിരുന്ന 4 ബോട്ടുകൾ 2 ബോട്ടുകൾക്ക് പെട്ടെന്ന് തീ പിടിക്കുന്നു. അതിനുശേഷമാണ് 2 ബോട്ടുകളെ ആ കെട്ടഴിച്ച് വിട്ട് മറ്റ് സ്ഥലത്തേക്ക് മാറ്റിയത്. ഇപ്പോൾ എന്തായാലും ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റാത്ത തരത്തിലാണ്. കാരണം ഒരു തുരുത്ത് കാണാം. ആ തുരുത്തിൽ നിന്നുകൊണ്ട് മാത്രമേ തീ അണയ്ക്കാനുള്ള ശ്രമം, ചെറുതായൊരു ശ്രമം പോലുമെങ്കിലും നടത്താൻ കഴിയൂ. തൊട്ടപ്പുറത്ത് സാമ്പ്രാണിക്കൊടിയാണ്, വിനോദസഞ്ചാരികൾ പോകുന്ന സാമ്പ്രാണിക്കൊടി ആണ് കാണാൻ കഴിയുന്നത്. തൊട്ടിപ്പുറത്താണ് ഈ തുരുത്തുള്ളത്. ഈ തുരുത്തിലേക്ക് അഗ്നിരക്ഷാസേനയ്ക്ക് എത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഇത് അണയ്ക്കുക എന്നുള്ളത് അത് വലിയ മർദ്ദത്തിൽ അവിടെ നിന്ന് തുരുത്തിൽ എത്തിപ്പെട്ട് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ തീ അണയ്ക്കാൻ കഴിയൂ. ഏതാണ്ട് അരമണിക്കൂറായി ഈ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അണയ്ക്കാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമാവുകയാണ്. ഇടയ്ക്ക് പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ വെള്ളത്തിലുള്ള ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുന്നതാകും. തീ എങ്ങനെയാണ് തീ പടർന്നത് എന്ന കാരണത്തെക്കുറിച്ച് വ്യക്തമല്ല. ഒപ്പം നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ആളുകൾ ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന കാഴ്ചയും കണ്ടവർ പറയുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് അപകടം ഉണ്ടായതായി നമ്മൾ കരുതുന്നില്ല. ആളുകൾ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇത് അണച്ചാൽ മാത്രമേ എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഏറ്റവും പ്രധാനമായി ഇത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നിർത്തിയിട്ടിരുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിക്കുകയായിരുന്നു. 2 ബോട്ടുകൾക്കാണ് തീ പിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകളിലെത്തി തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. രാഹുൽ, ഈ ബോട്ട് ഉടമകളോ ആരെങ്കിലും ആ പരിസരത്തുണ്ടോ? നമുക്ക് ആരെങ്കിലുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തന്നെ ഇത് അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അത് ആർക്കും തന്നെ എത്താൻ പറ്റുന്നില്ല. ഇതുവരെയും അധികാരികൾ ആരും തന്നെ എത്തിയിട്ടില്ല. അഥവാ എത്തിയാൽ തന്നെയും ഇവിടെ എത്താനുള്ള വഴിയുണ്ടോ അവിടെ? ഇല്ല, ഈ കാണുന്ന കായലല്ലേ, കായൽ വഴി എന്തായാലും ഇല്ല. എത്താനുള്ള ഒരു മാർഗ്ഗമില്ല. അല്ലെങ്കിൽ പിന്നെ ബോട്ടിലോ അല്ലെങ്കിൽ ജലമാർഗത്തിൽ കൂടി മാത്രമേ അവിടെ എത്താൻ സാധിക്കൂ. ഇപ്പോൾ ഇത് ആരുടെ ബോട്ടാണ്? അങ്ങനെ ഒരു അറിയത്തില്ല. അവിടെ കിടക്കുന്ന ബോട്ടായിരുന്നു അല്ലേ? അവിടെ കിടന്നെയാണ്. ഇന്ന് ജോലിക്ക് പോകാത്ത ഒരു ബോട്ടുകളാണ്. ഇടയ്ക്ക് പൊട്ടിത്തെറിയെ കാണുന്നുണ്ടായിരുന്നത്. പിന്നെ അതേക്കുറിച്ച് അറിയത്തില്ല എന്താണെന്നുള്ളത്. സിലിണ്ടർ ഒക്കെ കൊണ്ടുപോകുന്നല്ലേ, ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവും. അതിനകത്ത് പാചകം ചെയ്യുന്നുണ്ടല്ലോ. പാചകം ചെയ്യുമ്പോൾ ഗ്യാസ് സിലിണ്ടർ മറ്റ് സൗകര്യങ്ങളും അതിന് വേണ്ടുന്ന പാചകത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ടാവും. ആരുടെയാണ് എങ്ങനെയാണെന്നുള്ള ഒരു വിവരങ്ങളും ഇല്ല. ഇതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് എത്തിപ്പെടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പൂർണ്ണമായി കത്തി നശിക്കുന്ന രീതിയിലേക്ക് ഇത്രയും സമയമായിട്ടും രക്ഷാപ്രവർത്തനം ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ. ഫയർ യൂണിറ്റുകൾ പുറപ്പെട്ടിരുന്നു, പക്ഷെ അവർക്ക് എത്താനുള്ളൊരു പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ എത്തും? അതും കൂടെ നോക്കിയതാ. ജലത്തിൽ കൂടി വേണമല്ലോ. ഫയർഫോഴ്സ് കരയ്ക്കല്ലേ കിടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത്രയും സൗകര്യങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായിരിക്കണം. ദൃശ്യങ്ങൾ ഭീതി ജനിപ്പിക്കുന്നതാണ്. കാരണം മുഴുവനായി കത്തിനശിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയില്ല. അപ്പോഴും കൊല്ലം ചാമക്കടയിൽ നിന്ന് 3 അഗ്നിരക്ഷാ യൂണിറ്റുകൾ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് എത്താൻ വളരെ പ്രയാസമാണ്. കാരണം അത്രമാത്രം ദൂരമുണ്ട്. ഈ തുരുത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. തൊട്ടിപ്പുറത്ത് നിന്ന് പമ്പ് ചെയ്താൽ തന്നെ വെള്ളം വലിയ മർദ്ദത്തിൽ പമ്പ് ചെയ്താൽ തന്നെ എത്താത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. തൊട്ടിപ്പുറത്ത് നമുക്ക് ചെറുതായി കാണാം. തൊട്ടിപ്പുറത്ത് തുരുത്തിൽ നിന്ന് വെള്ളം ഒഴിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാതെ വരും. കാരണം പെട്രോപ്പിൽ ഐസ് പ്ലാന്റിന്റെ ബോർഡും നമുക്ക് കാണാം. ആ ഐസ് പ്ലാന്റിന് തൊട്ട് മുന്നിൽ നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങൾക്കാണ് ഇപ്പോൾ എന്തായാലും തീ പിടിച്ചിരിക്കുന്നത്. ഇത് അണയ്ക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. ഏതാണ്ട് മണിക്കൂറായി ഇത്തരത്തിൽ ഈ പുക ഉയരുകയാണ്. നമുക്ക് കാണില്ലായിരിക്കും അല്ലേ? കാരണം തീ പടർന്ന ഉടനെ രക്ഷപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടാവാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ആൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇന്ന് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകാത്ത വള്ളങ്ങളാണ്. അതുകൊണ്ട് ആളുകൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെയും ഇത്തരത്തിൽ ചെറിയ പുക ഉയരുമ്പോൾ തന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം അവർ നടത്തി കാണുമെന്നും പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കണമെങ്കിൽ ഈ രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് എത്തിയാൽ മാത്രമേ കാര്യങ്ങൾ അറിയാൻ കഴിയൂ. എന്തായാലും അത്തരത്തിൽ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഈ ദൃശ്യങ്ങൾ നമുക്ക് പേടിയുണ്ടാക്കുന്നതാണ്. ഇടയ്ക്ക് പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. കാരണം മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളാണ്. ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം ഈ പുക ആ പ്രദേശം ആകെ മൂടുന്ന തരത്തിലേക്കുള്ള പുകയും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവിടെ പോയി എത്തിപ്പെടുക, സാധാരണക്കാർക്ക് ഒരു വള്ളത്തിൽ പോയി എത്തിപ്പെടുക എന്നുള്ളത് തന്നെ പ്രയാസമുള്ള കാര്യമാണ്. രാഹുൽ, അങ്ങോട്ടേക്ക് എത്തുക എന്നത് ശ്രമകരമായൊരു ദൗത്യമായിരിക്കും ഫയർഫോഴ്സിന്. അതുകൊണ്ട് തന്നെ തീയണയ്ക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നില്ല. പൂർണ്ണമായും ബോട്ടുകൾ കത്തി അമരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത് രാഹുൽ ജയനാഥാണ്.